മാത്രമല്ല 2019 കേസ് ബൈജു ആ സ്ഥാനത്ത് നിന്നും വിരമിച്ചതെന്ന് കൂടി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വിരമിക്കുന്ന സമയത്ത് തന്നെ അതിന് മുമ്പായി തന്നെ ഇത്തരം തട്ടിപ്പിന് കൂട്ടുനിന്നിട്ടുണ്ടാകുമോ എന്ന സംശയമുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെട്ടാണോ അന്ന് ഈ പറയുന്നത് പോലെ ഈ പാളികൾ അഴിക്കുന്ന സമയത്ത് അവിടെ ഹാജരാകാതിരുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഇനി എന്താണ് ഈ പറയുന്നത് പോലെ ഒരു തിരുവാഭരണ കമ്മീഷനുടെ ഉത്തരവാദിത്തങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ അത് ഈ പറയുന്ന പോലെ അവിടെയുള്ള അമൂല്യ രത്നങ്ങളും സ്വർണവും ഒക്കെയായി ബന്ധപ്പെട്ട് അതിന്റെ പൂർണ്ണ ചുമതല അതിന്റെ കസ്റ്റോഡിയൻ ഒരുപക്ഷെ അത് പ്രായോഗിക തലത്തിൽ പറയുമ്പോൾ അത് തിരുവാഭരണം കമ്മീഷണറാണ്. അങ്ങനെയുള്ള ഒരാൾ എന്തുകൊണ്ടാണ് അത്ര നിർണായകമായ ഒരു സന്ദർഭത്തിൽ അവിടെ എത്താതിരുന്നത് എന്നൊരു ചോദ്യം ബാക്കിയാവുന്നു. മനീഷ് മഹിപാൽ കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. മനീഷ്, ഈ ചോദ്യം ചെയ്യൽ അവിടെ ആരംഭിച്ചിട്ടുണ്ടോ? എന്താണ് SIT ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ? നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രജൻ, ഇന്നത്തെ ഈ അറസ്റ്റിന്റെ പ്രാധാന്യം കാരണം ഈ മുരാരി ബാബു നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഈ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും. അതിനു മുൻപേ തന്നെ കസ്റ്റഡി അപേക്ഷ SIT നൽകിയിരുന്നു. അങ്ങനെ റാന്നി കോടതി 2 അപേക്ഷയും പരിഗണിക്കുമ്പോൾ പ്രധാനമായും തള്ളിപ്പോവുക ഇയാളുടെ ജാമ്യാപേക്ഷ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ നാളെ മുരാരി ബാബുവിനെ, സുധീഷ് കുമാറിനെ നാളെ കസ്റ്റഡിയിൽ കിട്ടുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ 3 പേരെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. ഇതിൽ നാളെ ഇവരെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിന് തൊട്ട് മുൻപ് ആണ് നിലവിൽ ഇയാളുടെ അറസ്റ്റ്, ഇപ്പോഴത്തെ ബൈജുവിന്റെ അറസ്റ്റ് എന്നുള്ളതാണ് ഏറ്റവും ഈ അന്വേഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അതുകൊണ്ട് തന്നെ നാളത്തെ ഈ കസ്റ്റഡിയിൽ ലഭിക്കുന്ന പ്രതികളെ 3 പേരെയും കൂട്ടിയിരുന്നു. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒക്കെ തന്നെ നടത്തുന്ന ഈ ചോദ്യം ചെയ്യലിൽ ഏകദേശ ചുരുളഴിയും. കാരണം അന്നത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ്, നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തിരുവാഭരണ കമ്മീഷണറാണ്. ആ തിരുവാഭരണത്തിന്റെ ഒക്കെ തന്നെ ആകെ മൊത്തത്തിലുള്ള സന്നിധാനത്തെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ എല്ലാം തന്നെ കസ്റ്റോഡിയൻ. ഈ കസ്റ്റോഡിയൻ അറിയാതെ അവിടുത്തെ ഏറ്റവും സുപ്രധാനമായ കട്ടിളപ്പാളി അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി അവിടെ നിന്നും കൈമാറ്റം ചെയ്യപ്പെടുന്നതും ശബരിമലയെ ഒരു ബന്ധവുമില്ലാത്ത മുമ്പെങ്ങോ ഒരു മേൽശാന്തിയുടെ കീഴെ നിന്ന ഒരു ശാന്തി എന്ന രീതിയിൽ, കീഴ്ശാന്തിയുടെ രീതിയിൽ അങ്ങനെ ഒരു ബന്ധമുള്ള ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം മറ്റൊരു സംസ്ഥാനത്തേക്ക്, അതും അവിടെ ഉണ്ടായിരുന്ന ദേവസ്വം മാനുവലൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ട് ഒരാളുടെ കയ്യിൽ കൊടുത്തുവിടുമ്പോൾ അന്നത്തെ 2019 അന്നത്തെ ദേവസ്വം കമ്മീഷണർ എന്തുകൊണ്ട് അറിഞ്ഞില്ല, എന്തുകൊണ്ട് മഹസർ ഒപ്പിട്ടില്ല, മഹസർ കണ്ടില്ല? അതുകൊണ്ട് തന്നെ അന്ന് ഇയാൾ നടത്തിയ ഇടപെടൽ, ഇയാൾ വിട്ടുനിന്നത് മനഃപൂർവ്വം മാറി നിന്നതാണോ അതോ ഇവരുടെ നിർദ്ദേശപ്രകാരം ഒപ്പിടേണ്ട മാറി നിൽക്കാം എന്ന രീതിയിൽ കോടതി, കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ കോടതി നിരീക്ഷിക്കുന്നതാണ്. സ്പെഷ്യൽ കമ്മീഷൻ അടക്കമുള്ള പ്രത്യേക ബെഞ്ച് തന്നെ, നമുക്കറിയാം ഹൈക്കോടതിയിൽ ഇത് നിരീക്ഷിക്കാൻ പ്രത്യേക ദേവസ്വം ബെഞ്ച് തന്നെയുണ്ട്. അങ്ങനെയുള്ള ദേവസ്വം ബെഞ്ചിന്റെ മാനുവൽ, അത്തരത്തിലുള്ള നിയമാവലി തെറ്റിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ ഒപ്പിട്ടാൽ അത് കൃത്യമായ മാനുവൽ ലംഘനമായി പോകും. അതുകൊണ്ട് തന്നെ പിന്നീട് അത് അത്തരം കാര്യങ്ങൾ കോടതി വ്യവഹാരമായി ചെല്ലുന്ന സമയത്ത് അത് പിടിക്കപ്പെടും. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വമായി ഇയാൾ ഒപ്പിടേണ്ട എന്ന നിലപാടിലേക്ക് ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ബൈജു അന്ന് ഒപ്പിടാതെ മാറി നിന്നതാണ് എന്ന ഒരു വിലയിരുത്തലാണ് നിലവിൽ അന്വേഷണ സംഘത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇയാൾ ആരുടെ നിർദ്ദേശപ്രകാരമാണ് 2019 അന്ന് ഒപ്പിടാതെ മഹർസർ കാണാതെ അന്ന് മാറുന്നത് ആരുടെ നിർദ്ദേശപ്രകാരമാണെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോഴിതാ മുൻ ദേവസ്വം കമ്മീഷണറും മുൻ ദേവസ്വം പ്രസിഡന്റും ഒക്കെ ആയിരുന്ന N വാസുവിനെ ഒരു തവണ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. നാളെ അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യും. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി അപേക്ഷയ്ക്ക് വേണ്ടി SIT കൊടുത്ത കസ്റ്റഡി അപേക്ഷയിലെ പ്രധാനപ്പെട്ട കാര്യം ഈ N വാസുവിന്റെ പേര് പറയുന്നില്ലെങ്കിലും അന്നത്തെ ദേവസ്വം കമ്മീഷൻ എന്ന നിലയിൽ അന്നത്തെ ദേവസ്വം കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബു ഈ രീതിയിൽ ഒരു മഹസർ തയ്യാറാക്കി കൈമാറ്റം ചെയ്യാനുള്ള എല്ലാ രേഖകളും തയ്യാറാക്കിയത് N വാസുവിന്റെ നിർദ്ദേശപ്രകാരമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ അറസ്റ്റ് ഒരു തുടക്കമെന്നല്ല, ഈ ഉദ്യോഗസ്ഥ തലത്തിലെ അറസ്റ്റിന്റെ ഒരു പ്രധാനപ്പെട്ട തുടക്കമാണ്. കാരണം ഇനി അന്നത്തെ ദേവസ്വം സെക്രട്ടറി ജയശ്രീ നാളെ പത്തനംതിട്ട സെഷൻസ് കോടതിയിലാണ് ഇതുമായി മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ഭയന്നുകൊണ്ട് ജയശ്രീ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കുമ്പോൾ ജയശ്രീയുടെ അറസ്റ്റ് കൂടി നാളെ 11 മണിക്ക് കോടതി പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ അറസ്റ്റ് ഇനി 6 ആഴ്ച സമയമാണ് മൊത്തത്തിൽ ഹൈക്കോടതി നൽകിയത്. 2 ആഴ്ച കൂടി കൂട്ടി SITക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഏകദേശം ഒരു 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ പൂർണ്ണമായ റിപ്പോർട്ട് ഹൈക്കോടതി ദേവസ്വം SITയുടെ ഒരു നിർണായകമായ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രതിപ്പട്ടിയിലുള്ള പ്രധാനപ്പെട്ട പ്രതികളെല്ലാം ഒരേ സമയത്ത് SITക്ക് മുന്നിൽ കിട്ടുക എന്നൊരു ലക്ഷ്യം ഈ നീക്കത്തിലുണ്ട് എന്നാണ് ഇപ്പോൾ വെളിപ്പെടുന്നത്. നാളെ സുധീഷ് കുമാറിനെയും മുരാരി ബാബുവിനെയും കസ്റ്റഡിയിൽ വാങ്ങുന്നു. അതേസമയം തന്നെ ഇന്നിപ്പോൾ ഇതാ കേസ് ബൈജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. നാളെ ജയശ്രീയെ കൂടി അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്ന SIT പരിശോധിക്കുന്നുണ്ട്, ആ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ 4 പേർ ഒരേ സമയം SITക്ക് മുന്നിലെത്തും. അങ്ങനെ ഇവരെയും
ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന വഴി കൂടുതൽ തെളിവുകൾ, കൂടുതൽ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭിക്കും എന്നാണ് SIT പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.